ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 12 വീഡിയോ നമ്മൾ ചെയ്തായിരുന്നല്ലോ. അപ്പം അത് 12 എങ്ങനെ എഴുതിയാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നില്ലേ 12 അതിൻ്റെ കുറിച്ചുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ 2 പ്രാവശ്യം ഞാൻ 12 ചെയ്തായിരുന്നു. ഒത്തിരി പേർക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു അത് ചെയ്തിട്ട് 12 ചെയ്തിട്ട്. അപ്പം എനിക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിൽ എത്ര പേർക്ക് പൈസയുടെ അതായത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പൈസ റെഡി ആയിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ള അത്, പിന്നെ എന്താ പറയുക, അങ്ങനെ ഒത്തിരി ജോലിക്കാര്യം, അങ്ങനെ എല്ലാം. പിന്നെ ഭയങ്കര ലക്ഷങ്ങളല്ല, എന്നാലും പിന്നെ അത്യാവശ്യമായിട്ട് എല്ലാവർക്കും ഒരു 50,000 രൂപ തുടങ്ങി അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഏഞ്ചൽ നമ്പർ എഴുതണമുണ്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 12 ഇപ്പോൾ 21 ദിവസം എഴുതണ്ടെന്നാണ് പറയുന്നത്. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതിയെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുന്നത്, 12 ഈ മോതിര വിരലിൽ അല്ലേ 12 എഴുതിയിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ മായാണ്ട് നോക്കി, അത് കഴിഞ്ഞ് 21 ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ 21 ദിവസം നമ്മൾ ഇത് എഴുതണം, അങ്ങനെയാണ്. പിന്നെ നമുക്ക് 21 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഴുതണ്ട. അപ്പോൾ എന്നാലും 21 ദിവസം എഴുതണമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഡിവൈൻ വർഷിപ്പിൽ അവർ ചേച്ചി പറഞ്ഞേക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമ്മുടെ 12 എഴുതിയാൽ മതി. അപ്പം അതിന് നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ ആ ചേച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് അന്ന് തന്നെ ഇത് റിസൾട്ട് കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. ഇത് എഴുതി കഴിഞ്ഞ്, അതായത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക്. അപ്പം ഞാനിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ടല്ലേ അടുത്ത് എഴുതാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പം ഞാൻ ശരിക്കും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ രണ്ടാമത്തേത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 ദിവസം ആയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ 7 ദിവസം കഴിഞ്ഞ് എഴുതാൻ പാടുള്ളല്ലോ. ഞാൻ എന്ത് ചെയ്ത്, ഈ 12 നമ്മൾ കയ്യിലല്ല എഴുതുന്നത്, പേപ്പറിലാണ് എഴുതുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ 7 ദിവസം കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എഴുതി. അതായത് എൻ്റെ വലിയൊരാഗ്രഹം സാധിച്ചു, വലിയൊരാഗ്രഹം. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് ഇത് എഴുതണമുണ്ട്, നല്ലൊരു റിസൾട്ടാണ് ശരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ല വിശ്വാസത്തോടു കൂടെ മാത്രം നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ നമുക്ക് 100% റിസൾട്ട് ഉറപ്പാണ്. നമ്മളിത് പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ പ്രായിക്കൊണ്ടോ അല്ലെങ്കിൽ കിട്ടുമോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇപ്പം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, ഞാൻ 3 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് ആദ്യത്തെ പ്രാവശ്യമൊക്കെ എഴുതിയപ്പോൾ എനിക്ക് 3-4 ദിവസം കഴിഞ്ഞപ്പോഴൊക്കെയാണ് കിട്ടിയേക്കുന്നത്. ഇത് എഴുതിക്കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറയുന്നത്. അത്ര നല്ലൊരു ഇതാണ് ഈ 12 നമ്മൾ ഈ പേപ്പറിൽ എഴുതി ഇടുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം പിന്നെ ഇതിൽ ചില കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് നമ്മൾ 12 21 ദിവസം ചെയ്യണമല്ലോ. അപ്പം അത് പറ്റാത്തവർക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം, ഏതാഗ്രഹവും സാധിച്ചെടുക്കാം. അപ്പം സാധിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നല്ല വിശ്വാസത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്നിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരെഴുതുക. അപ്പം ഞാൻ എൻ്റെ പേരെഴുതുവാണേ. അതിനുശേഷം എൻ്റെ പേര് ഞാൻ എഴുതി. ഇപ്പം ഞാൻ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, ഉണ്ടോ, ശ്രീദേവി എൻ്റെ പേരെഴുതി. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മൾ ഇതിൽ എഴുതുക. അപ്പം അത് നല്ല പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുതാം. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹവും ഇതിലെഴുതിയിട്ടുണ്ട്. ഇതിന് ശേഷം ലാസ്റ്റ് നമ്മൾ 12 എന്ന് എഴുതുക. ഉണ്ടോ? ഏറ്റവും ലാസ്റ്റ് നമ്മൾ 12 എന്ന് എഴുതുക. എന്നിട്ട് നമ്മളിത് 4 ആക്കി മടക്കിയെടുക്കുക. നമ്മൾ 4 ആക്കി മടക്കിയെടുത്ത് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉപ്പാണ് വേണ്ടത്. അപ്പം ഉപ്പ് ഏറ്റവും ഫസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഉപ്പിൻ്റെ ഒരു വേറെ വീഡിയോ ചെയ്തായിരുന്നു. 2 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലോട്ട് ഇടുന്നത്. ഉണ്ടോ? എന്ന് വെച്ച് 2 സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കണം. ഉപ്പ് അലിയിപ്പിക്കണം. അപ്പം എന്തായാലും ശരി, ഞാൻ ഇന്നലെ രാവിലെയാണ് ഇത് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇപ്പം അലിയിച്ച് ചേർത്തിട്ടുണ്ട്. ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 12 എന്ന് എഴുതി കഴിഞ്ഞപ്പം മോതിര വിരലിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നല്ല ജോലി കിട്ടണേ, അല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ച് കിട്ടണേ, അങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥിക്കുന്നത് നമ്മൾ. പക്ഷേ ഇതിൽ നമ്മൾ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മോന് ജോലി കിട്ടി, വളരെ സന്തോഷം, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം ഞാനത് നിങ്ങളോട് പറയാൻ വേണ്ടി മറന്നുപോയി. അപ്പം ഇതിപ്പോൾ നമുക്ക് എന്ത് ആഗ്രഹം എഴുതണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ സന്തോഷ നിമിഷം അതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പം ചിലതിലൊക്കെ നമുക്ക് കിട്ടണേന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇതാണെന്നില്ലെങ്കിൽ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു, വളരെ സന്തോഷം, അല്ലെങ്കിൽ എൻ്റെ വീട് വെച്ച് കഴിഞ്ഞു, വളരെ സന്തോഷം. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ ഇതാണ് നമ്മളിത് കാണിക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് വേണം ലാസ്റ്റ് നമ്മൾ 12 എന്ന് നമ്മളിതിൽ എഴുതി വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേപ്പറിൽ പേരെഴുതുക, നമ്മുടെ ആഗ്രഹം എഴുതുക, പിന്നെ നമ്മുടെ ഈ ഏഞ്ചൽ നമ്പർ 1212 എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇത് 4 ആക്കി നമ്മളിത് മടക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ? ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പം ഈ വെള്ളം കൊണ്ടുപോയിട്ട് നമ്മൾ ചവിട്ടാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വല്ല ചെടിച്ചട്ടിയുടെ ചുട്ടിലോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക സിങ്കിലോ കൊണ്ടുപോയി ഒഴിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും ചവിട്ടരുത്. എന്നിട്ട് ഈ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നടക്കണ ഇത് കയ്യിൽ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളം കളയുമ്പോൾ തന്നെ ആ പേപ്പർ നിവർത്തിയിട്ട് എവിടെയെങ്കിലും പിന്നെ സൂക്ഷിച്ചൊരു സ്ഥലത്തോട്ട് നമ്മൾ അത് വെക്കുക. അപ്പോൾ അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളെടുത്ത് നമ്മുടെ ആഗ്രഹം നടക്കണ വരക്കും നമുക്ക് അത് സൂക്ഷിച്ച് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ആരും ഇതില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്കിത് കളയാം. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ ഈ ചെയ്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞു, ഞാനിത് ചെയ്തിട്ട് ഈ പറയണ പോലെ ഞാൻ എൻ്റെ ഇത് കൊണ്ടുപോയിട്ട് ഉണക്കാൻ വേണ്ടി മാറ്റി ഇത് സ്റ്റഡി ടേബിളെ കൊണ്ടേ വെച്ച് പിള്ളേരുടെ സ്റ്റഡി ടേബിളെ കൊണ്ടേ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അത് ഉണങ്ങിയിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. അതിന് മുമ്പ് തന്നെ നമുക്ക് അതിനുള്ളൊരു നല്ലൊരു, ഞാൻ പറഞ്ഞില്ല, എൻ്റെ വലിയൊരു ആഗ്രഹം നടന്നു. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% നമുക്ക് ഇത് റിസൾട്ട് കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഞ്ചൽ നമ്പറൊക്കെ ഉണ്ട്, ഓരോ ഏഞ്ചൽ നമ്പറിലും ഓരോ മാലാഖമാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രപഞ്ചശക്തിനോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നത്. ഇത് പണ്ടൊക്കെ ഇത് ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ അത് എല്ലാവരും കൂടുതലായിട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഈ 12 എന്ന് പറയുന്ന നമ്പർ ശരിക്കും പറഞ്ഞ ഒരു മാജിക്കൽ നമ്പർ തന്നെയാണ് ശരിക്കും. അപ്പം ഇനിയും ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി 21 ദിവസം എഴുതേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. ഇങ്ങനെ അതായത് എഴുതുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുതണം. രാവിലെ നമുക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല ഇതായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും എല്ലാം നമ്മൾ എഴുതുമ്പോൾ ഫ്രഷായിട്ട് എഴുതുമ്പോൾ രാവിലെയല്ലേ. ഇപ്പം ഇതിന് നമുക്ക് യാതൊരു വക റെസ്ട്രിക്ഷനും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പീരിയഡ്സിൻ്റെ ടൈം പ്രശ്നമില്ല, കുളിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, പിന്നെ നമുക്ക് പുലവാലായ്മ അങ്ങനെ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ ഇത് നോക്കിയിട്ട് ഇത് നമുക്ക് എഴുതാം. അപ്പം മാക്സിമം നമ്മളെപ്പോഴും എന്താണെന്ന് വെച്ചാൽ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും രാവിലെയല്ലേ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ നമ്മൾ എല്ലാ ദിവസവും കുളിച്ചിട്ടൊക്കെ അല്ലേ, എല്ലാ ദിവസവും കുളിയൊക്കെ കഴിഞ്ഞല്ലേ രാവിലെ തന്നെ. അപ്പം അതുകൊണ്ട് ഞാൻ കുളി കഴിഞ്ഞിട്ടാട്ടോ ചെയ്തത്. അപ്പം ഞാൻ ആ ചേച്ചി ഇട്ട് കഴിഞ്ഞു. ഇത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞു ഒരു 3 മണിക്കൂർ ആയില്ല, അതാ വൈകിട്ട് പോലും ആയില്ല. അതിന് മുമ്പ് തന്നെ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ഈ പേപ്പർ പോലും ശരിക്കും പറഞ്ഞത് ഉണക്കി സൂക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ പേപ്പർ പോലും നമ്മുടെ ഒന്നും, അത് മഴയും കൂടെ ഒട്ടും ഉണങ്ങിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഫാനൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പം അതുകൊണ്ട് നല്ലൊരു വിശ്വാസമായിട്ട് നമുക്കിത് വളരെ വിശ്വാസത്തോടെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് മറക്കാണ്ട് ഈ വെള്ളം കൊണ്ടുപോയിട്ട് നമ്മൾ സിങ്കിലൊഴിക്കുക, ഇത് സൂക്ഷിച്ച് വെക്കുക. അത്രേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഈ 12 എന്നുള്ള ഒരു കാര്യം. അപ്പം എല്ലാവർക്കും എളുപ്പം ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ 21 ദിവസം, ഇപ്പോൾ 21 ദിവസം എല്ലാവർക്കും ഓർത്തിരിക്കാനും ചെയ്യാനും ഒക്കെ ചില മറന്നൊക്കെ പോകും. ഇത് ഒറ്റ ദിവസം ചെയ്താൽ മതി നിങ്ങൾ. അപ്പം തന്നെ നമ്മുടെ കാര്യം സാധിക്കും. അപ്പം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി. ഞാൻ ആ ചേച്ചിയുടെ കമൻറ്റ് നോക്കി, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനും ഒന്ന് ചെയ്ത് നോക്കിയത്. പിന്നെ 21 ദിവസം വേണ്ടല്ലോ, ഇതുപോലെ പേപ്പറിൽ എഴുതിയിടാം. പിന്നെ അത് തന്നെയല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കയ്യിൽ നമ്മൾ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിച്ചാൽ നമുക്ക് 7 ദിവസം കഴിഞ്ഞാണ് ചെയ്യാൻ പാടുള്ളതെന്നാണ് പറഞ്ഞേക്കണത് മറ്റേ രജനി ചേച്ചി. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചെയ്തിട്ട് 7 ദിവസം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് പേപ്പറിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെയാണ്. നമ്മുടെ വീട്ടിലോട്ടൊന്നും കയറത്തില്ല, വീടിൻ്റെ ഫ്രണ്ട് വരെ നല്ല വെള്ളമാണ്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോട്ടിലാണ് ഇത്രയും വെള്ളം കിടക്കുന്നത്. അപ്പോൾ ഇത്രയൊന്നും അല്ല വെള്ളം. ശരിക്കും പറഞ്ഞാൽ ആ ഫ്രണ്ടിൽ കാണുന്ന മതിലിൻ്റെ പകുതിക്ക് വരെയും വരും ശരിക്കും പറഞ്ഞാൽ വെള്ളം. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലോട്ടൊന്നും നമുക്ക് വെള്ളശല്യമില്ല, എന്നാലും റോട്ടിലൊക്കെ നിറച്ച് വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് പോക്കുവരൊക്കെ പാടായിരിക്കും. അപ്പം ഇത് ആറിൻ്റെ ഭാഗത്തോട്ടുള്ള വഴിയാണേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടന്നു പോകാനുള്ളൊക്കെ വെള്ളമുണ്ട്. സാധാരണ നല്ലൊരു വെള്ളപ്പൊക്കം വന്നാൽ ഈ റോഡിൻ്റെ മതിലിൻ്റെ പകുതി വരെയും വരും വെള്ളം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ ദേ ആറിൻ്റെ അങ്ങോട്ട് ഇപ്പോൾ നോക്കിക്കേ, ആറ് ഏതാണ് റോഡ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല, അതുപോലെ കിടക്കണേണ്ട. ഇപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ എന്തായാലും പണി കിട്ടും. നോക്കിക്കേ, റോഡും ആറും കണ്ട ഒരുപോലെ കിടക്കുക. അപ്പോൾ അറിയാവുന്നവരൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ മതിൽ കയറുന്നങ്ങ് നടന്നു പോകും, നമുക്കറിയാമല്ലോ. പിന്നെ നമുക്ക് എല്ലാത്തിനും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. പിന്നെ വർഷത്തിൽ നമുക്ക് ഒരു വെള്ളപ്പൊക്കം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമുക്കെല്ലാം സൗകര്യങ്ങളുള്ള ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ ടൗണിലാണെങ്കിലും ഇങ്ങനെ ചെറിയ ഒരിതുണ്ട്, നമ്മുടെ മീനച്ചിലാറ് ഉള്ള കാരണം. പിന്നെ നമുക്ക് വർഷത്തിൽ ഒരു കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇതുപോലെ 2-3 ദിവസം ഒന്ന് സഹിക്കണം. അപ്പോൾ വലിയ വെള്ളം ഇറക്കമൊന്നും ആയിട്ടില്ല. കിഴക്കൊക്കെ മഴ പെയ്യണോണ്ട് നമുക്ക് നല്ലൊരു മഴയാണ്. ഇനിയും മഴ പെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം.